കലാസാംസ്കാരിക വിഭാഗമായ സംഘസംസ്കാരയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിമാസ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ രണ്ട് പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയാണിത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഭരണഘടനയും ജീവിത രീതിയും മനുഷ്യരുടെ ജീവിത രീതിയും ഭക്ഷണവും വേഷരീതിയും വിദ്യാഭ്യാസവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. തികച്ചും ഭീതിജനകമായ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഭരണാധികാരികൾ രാജ്യത്തെ ജനങ്ങളെ നിർബന്ധിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഇടങ്ങൾ പ്രധാനമായും രാജ്യത്തിന്റെ പരമോന്നത നീതി വേദിയായ പാർലമെന്റും അടക്കമുള്ള ജനാധിപത്യ വേദികളാണ്. ആ ജനാധിപത്യ വേദികളെല്ലാം തന്നെ ശബ്ദിക്കരുത് എന്ന രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളുമായി ഭരണാധികാരികൾ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, എങ്ങനെ ജീവിക്കണം എന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും അത് ഇവിടുത്തെ ഒരു പറ്റം മുതലാളിമാർ പറയുന്ന രൂപത്തിൽ രാജ്യത്തെ ജനങ്ങൾ ആകെ ജീവിക്കണമെന്ന രൂപത്തിലേക്ക് നിയമ സംവിധാനം ആകെ മാറ്റപ്പെടുകയാണ്. നിശബ്ദമാക്കപ്പെടുന്ന ആവിഷ്കാരം സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രശസ്ത കവിയും മലയാള മിഷന്റെ ഡയറക്ടറുമായ ശ്രീ മുരുകൻ കാട്ടാക്കരോട് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ ഒത്തുചേരലിന്റെ അധ്യക്ഷനായിരിക്കുന്ന എൻജിഎമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ KM സക്കീർ അവർ, സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി ശ്രീ ലിജരാജ് അവർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻജിഎമ്മിന്റെ സംസ്ഥാന ട്രഷറർ ശ്രീ നിമൽ രാജ് അവർ, സംഘ സംസ്കാരിയുടെ കൺവീനർ ശ്രീ ഹരിലാൽ, എൻജിഒയുടെ മറ്റ് സുഹൃത്തുക്കളെ, എന്റെ സഹോദര കവി കൂടിയായിട്ടുള്ള അജി ദേവത്തിൽ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ നല്ല ഒരു പരിപാടിയാണ് ഇത്. ആദ്യമേ ഞാനത് അടയാളപ്പെടുത്തും. കാരണം യഥാർത്ഥത്തിൽ ആദരിക്കപ്പെടേണ്ട ഒരു മഹാവ്യക്തിത്വത്തെ നമ്മളെല്ലാവരും ചേർന്ന് ആദരിക്കുവാൻ തീരുമാനിച്ച വളരെ നല്ല ഒരു പരിപാടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ സംബന്ധിക്കാൻ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്. നഞ്ചിയമ്മ ഒരു പാട്ടുകാരിയല്ല, നഞ്ചിയമ്മ ഒരു വ്യക്തിയുമല്ല. നഞ്ചിയമ്മ ഒരു കാലഘട്ടത്തിന്റെ അടയാളമാണ്. നഞ്ചിയമ്മ ഒരു വലിയ ആത്മബോധത്തിന്റെ പ്രതിനിധിയാണ്. നഞ്ചിയമ്മ നമ്മുടെ കയ്യിൽ നിന്ന് വലുത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വത്വബോധത്തിന്റെ കൂടെ അടയാളം ആണ്. അതിനെ ഏറ്റവും മഹത്തായ ഒരു സാന്നിധ്യം കൊണ്ട് ധന്യമാവുകയാണ് നമ്മളെല്ലാവരും. വലിയ സന്തോഷമുണ്ട് ഈ പരിപാടി. എൻജിഒയുടെ മിക്കവാറും പരിപാടികളിൽ ഞാൻ സംബന്ധിക്കാറുണ്ട് കഴിയുന്നിടത്തോളം. വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. വിഷയമായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ് നൽകിയിരിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും സർക്കാരിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ പല കാര്യങ്ങളിലുമുള്ള പരിമിതികൾ നമുക്കെല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെയും കുറിച്ചും നമ്മൾ നിരന്തരമായി മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ്.
അതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യം ഒതുക്കുന്നില്ല. ഈദി അമീൻ എന്നൊരു ഭരണാധികാരിയെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. വളരെ മാനവ സംസ്കാരത്തിൽ വളരെ കുപ്രസിദ്ധി നേടിയ ഭരണാധികാരികളിൽ ഒരാളാണ് ഈദി അമീൻ. അദ്ദേഹം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വളരെ കുപ്രസിദ്ധമായ ഒരു പ്രസ്താവനയാണ്. അതിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷേ അഭിപ്രായത്തിന് ശേഷം സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്നാണ്. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായത്തിന് ശേഷമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. നമ്മുടെ നാട് ഏകദേശം ഈദി അമീൻ പറഞ്ഞ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നിർവചനത്തിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലമാണ് ഇത്. എത്രയോ ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ഈ വർത്തമാനകാലത്ത് എത്രയോ ആളുകൾ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കൊല ചെയ്യപ്പെടുന്നതിന്റെ അപരാധം ഒഴിവാക്കുന്നതിന് വേണ്ടി എത്രയോ മനുഷ്യസ്നേഹികൾ ഇപ്പോൾ ജയിലറകളിൽ ആണ് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് ഉത്തർപ്രദേശിൽ 18 വയസ്സുകാരനായ ഒരു കുട്ടിയെ ഒരിക്കലും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് കേട്ടാൽ, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അദ്ദേഹത്തിന്റെ ഒരു പടമെടുത്തിട്ട് ആ പടത്തില് അദ്ദേഹത്തിന്റെ ചുണ്ടിലൊരു സിഗരറ്റ് വെച്ചു കൊടുത്തു, തലയിലൊരു ചെരുപ്പും വെച്ചു കൊടുത്തു. അവന്റെ സോഷ്യൽ മീഡിയയിൽ ഇത്രയുള്ള കാര്യം, അവൻ ജാമ്യമില്ലാ വകുപ്പുകൾ, ഒരു കാലത്തും പുറത്തിറങ്ങാൻ കഴിയാത്ത വകുപ്പുകൾ പ്രകാരം അവനിപ്പോൾ ഉത്തർപ്രദേശിലെ ജയിലിലാണ്. അവന്റെ പ്രായം 18 വയസ്സാണ്. അതേസമയം സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഓഗസ്റ്റ് 15-ന് മഹാത്മാഗാന്ധിയുടെ വലിയ ചിത്രം ഇങ്ങനെ ഫ്ലക്സാക്കി വെച്ചിട്ട് മാധ്യമക്കാരെ എല്ലാം വിളിച്ചു നിർത്തിയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ആഘോഷിച്ചു. കഴിഞ്ഞ അങ്ങേ വർഷം ഒരു സന്യാസിനി ആ മഹാത്മാഗാന്ധിയുടെ ഹൃദയത്തിലേക്ക് ലക്ഷ്യമിട്ട് വെടിവെച്ചുകൊണ്ട് അവരിപ്പോഴും ഇന്ത്യയിലെ പ്രബുദ്ധമായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ അടയാളമായി സുഖമായി ജീവിക്കുന്ന ഒരു വർത്തമാനകാലത്തിൽ ഈ 18 വയസ്സുകാരൻ മകൻ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരന്തം ഒരു അടയാളമാണ്. നാളെ മറ്റന്നാൾ ഇന്ത്യ മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു അടയാളമാണ്. അതുപോലെ തന്നെ ഇതേ കാലയളവിൽ ഈ കുട്ടിയെ ജയിലിലാക്കുന്ന അതേ കാലയളവിൽ യുപിയിലെ മറ്റൊരു സ്ഥലത്ത് 5 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതെന്തിനാണെന്ന് കേട്ടാൽ അവരൊരു പോസ്റ്റർ പതിപ്പിച്ചതിനാണ്. ആ പോസ്റ്ററിൽ എന്താണെന്ന് കേട്ടാൽ 1105 രൂപയ്ക്ക് ഒരു കുറ്റി ഗ്യാസ്, കുക്കിംഗ് ഗ്യാസ്. അപ്പൊ ഒരു കുക്കിംഗ് ഗ്യാസിന്റെ ഗ്യാസ് കുറ്റിയുടെ പടം 1105 രൂപ കുക്കിംഗ് ഗ്യാസ്, ബൈ മോദി. ഇത്രയാണ് അതിനകത്തുള്ളത്. ഇത്രയും ചെയ്തതിന് ഒരു കുക്കിംഗ്, ഇത് ഈ വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പോസ്റ്റർ പതിച്ചതിന് പോസ്റ്റർ പതിപ്പിച്ച 3 ആളുകളെയും പ്രിന്റ് ചെയ്ത പ്രിന്ററെ ഉൾപ്പെടെ 5 ആളുകളെ ഇതേപോലെ തന്നെ ഈ 18-കാരനെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും ചുമത്തി ജയിലിലടച്ചു.
മാർക്സ് പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. മാർക്സ് പട്ടിണി കിടന്ന് വേദനിച്ച് സ്വന്തം നാടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് സ്വന്തം ഭാര്യയെയും മക്കളെയും പോലും ഉപേക്ഷിച്ച് ഒരു നേരത്തെ ആഹാരം കൃത്യമായും സമയത്തിന് കഴിക്കാൻ കഴിയാതെ നാടിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, ലോകത്തിന് എങ്ങനെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എങ്ങനെ ഇല്ലാതാക്കാം, എന്താണ് ഗ്രാമവാസിയും നാടുവാസിയും ആദിവാസിയും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ മാറ്റി നിർത്തുന്ന അവസ്ഥ മാറി എല്ലാവരും ഈ ഭൂമിയിൽ തുല്യരാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ശാസ്ത്രീയമായി എങ്ങനെ വരാം എന്നതിനെ സംബന്ധിച്ച് പഠിച്ച് തന്റെ ജീവിതം കൊടുത്തുണ്ടാക്കിയത് ആണ് ദാസ് ക്യാപിറ്റൽ, മൂലധനം. അപ്പൊ അതിനുവേണ്ടി മരിച്ച മാർക്സ് നിഷ്കാമമായി ഒരു അധികാരവും ഒരു കാലത്തും ഒരിടത്തും അധികാരങ്ങളിലൊന്നും ഉണ്ടായിരുന്ന ആളല്ല. അപ്പൊ അദ്ദേഹം എന്താ മുന്നോട്ട് വെച്ചത് എന്നതിനെ വളരെ ലളിതമായി ഒരു പാട്ടിൽ ഉൾപ്പെടുത്താനാണ് മനുഷ്യനാകണം എന്ന കവിതയിലൂടെ ഞാൻ ശ്രമിച്ചത്. നഞ്ചിയമ്മയ്ക്ക് സ്വീകരണമാണ്. ഷാൾ അണിയിച്ചുകൊണ്ട് സ്വീകരണം നടത്തുന്നതിന് വേണ്ടി എൻ.ജി. യൂണിയന്റെ നോർത്ത് ജില്ലയുടെ സെക്രട്ടറി സഹാവ് കെ.എം. ബിരാനോട് അഭ്യർത്ഥിക്കുന്നു. മൊമെന്റോ നൽകി സ്വീകരിക്കുന്നതിന് നമ്മുടെ ബഹുമാനായ സംസ്ഥാന ട്രഷറർ സഹാവ് എൻ. നിമഴ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ഹലോ അല്ല, നമ്മുടെ ഇന്ന് ഈ ഓഫീസിന് ജോലി ചെയ്യുന്ന മക്കളും ആറുമാറുകളും കൂടി നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് രാത്രിയൊക്കെ 2 മണിക്ക് നേരം വന്നെത്തിയതാണ്. വന്നിട്ട് നമ്മൾ റൂമെടുത്ത് തങ്ങി ഇപ്പം കുളിച്ചു റെഡിയായി ചിക്കൻ കഴിച്ചിട്ടാണ്. കുറച്ച് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കൂടി എനിക്ക് ഉറങ്ങാൻ എന്തോ മനസ്സ് വന്നിട്ടില്ല. കുട്ടികളെ അപ്പൊ തന്നെ വിളിക്കുമ്പോഴേ ചെറിയ കണ്ടിട്ട് വന്നിട്ട് കുറച്ചു നേരം ഉറങ്ങാൻ പറഞ്ഞിട്ടാണ് വന്നത്. തീരെ ഈ 15 ദിവസം ഇരിക്കാൻ പോലെ, കടക്കാൻ പോലെ, തിന്നാൻ പോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുട്ടികളെ കണ്ടുകൊണ്ടുപോയി വരാനും എനിക്ക് യാത്രയാണ്. അതിനെ കുറച്ച് മക്കളും കൂടി അമ്മന്റെ ചൊറ എന്താ ഇങ്ങനെ പോയി എന്ന് നിങ്ങളും കൂടി അതിനെ മനസ്സിലാക്കണം. പാടിക്കൊണ്ടും നിങ്ങളോട് ചിരിച്ചുകൊണ്ടും കളിച്ചു വരുന്നതാണ് എന്റെ ചൊറ കുറച്ച് മൊത്തം പോയി. അതിനെ എല്ലാ മക്കളും ഏറ്റെടുക്കണം. നിങ്ങളെ ഈ ഓഫീസിനെ ഇതിനെ ജോയിൻ ചെയ്യുന്ന സാർമാർക്കും നമ്മുടെ ഡയറക്ടർ സാറുകൾക്കും എല്ലാവർക്കും കൂടിയിട്ട് ഇന്ന് നിങ്ങളെ കാണാൻ വന്നത് എന്തുകൊണ്ടും നിങ്ങൾ വിളിക്കുന്ന ടൈമിനെ ഈ ഓഫീസിനെ നമ്മൾ കണ്ടുവരട്ടെ. കുട്ടികളാണ് വിളിക്കുന്നത്, നമ്മുടെ രാജ മക്കളാണ്, എൻ്റെ കുട്ടികളാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് പറയുന്നത്. കുറേ പരിപാടി അട്ടപ്പാടിയിലുണ്ട്, അതിനെ അവിടെ തള്ളിക്കളിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഓടി വന്നത്. അപ്പൊ എല്ലാ സാർമാർക്കും കൂടി, എല്ലാ മക്കൾക്കും കൂടി, നമ്മുടെ ഡയറക്ടർ സാറുകൾക്കും കൂടി, പാട്ടുകാർക്കും കൂടി നമ്മൾ എല്ലാത്തിനെ പങ്കെടുത്തിന് എന്നെ ഈ വേദിയിൽ വിളിച്ച സാർമാർക്കും മക്കൾക്കും ഡയറക്ടർ സാറുകൾക്കും പാട്ടിനെ ആട്ടിനെ അല്ലാതെ കത്തിയെടുത്ത് വരുന്ന കുട്ടികൾക്കും ഓഫീസിനും കൂടി നന്ദി നമസ്കാരമാണ്. അല്ലാതെ ഇതുപോലെ ഒരു പാട്ടിനെയോ ആട്ടിനെയോ നിങ്ങൾക്ക് ഏതേത് ജോലി ചെയ്യണോ അതിനെ നിങ്ങൾ കത്തിയെടുത്ത് നമ്മുടെ രാജ്യമക്കൾ മുൻകൈയായിട്ട് മുൻകൂട്ടി സാർമാർകൾ അടുത്തുണ്ട്, നിങ്ങൾക്ക് അതിനെ അറിയപ്പെട്ട് നിങ്ങൾ അവരോടും കൂടി നിങ്ങളെ ജോലി വാങ്ങി നിങ്ങളത് ചെയ്ത് പാവപ്പെട്ട കുട്ടികൾ ആയാലും എല്ലാ രാജ്യ കുട്ടികൾ നിങ്ങൾ അതിനെ എടുത്ത് മുൻകൈ എടുത്ത് ഒരു കാലഘട്ടത്തിനെ നിങ്ങൾ അതിനെ എടുത്ത് നടത്തി വരണോ. എല്ലാ സാർമാർകളും ഡയറക്ടർ സാർമാർകളും അങ്ങനെ തന്നെ കുട്ടികൾക്ക് ജോലിയില്ലാതെ പോയാൽ അവർക്ക്
വെളുവിനെ കൊടുത്തു സാറുമാർക്ക് അതിനെ ഒരു പാട്ടിനെയോ ഒരു ഡാൻസിനെയോ നിങ്ങൾ ഏതെങ്കിലും അതിനെ കൊടുത്തു പാവപ്പെട്ട കുട്ടികളെ നിങ്ങൾ മുൻകൈയെടുക്ക വെച്ച് നിങ്ങൾ മുൻകൂട്ടി വരണോ എല്ലാ രാജ്യ മക്കൾക്കും അട്ടപ്പാടി മക്കൾക്ക് ഇന്ന് ഉലകത്തിലെ ഇരിക്കണ സാറുമാർക്ക് പാവപ്പെട്ടവർ എല്ലാവർക്കും കൂടിയിട്ട് നന്ദി നമസ്കാരമാണ്. ഒരു കാലഘട്ടത്തിന് ഞങ്ങൾ അട്ടപ്പാടി എന്ന് പറഞ്ഞ ആരറിയില്ല, ഉറങ്ങിക്കിടന്ന നാടാണ്. നമ്മൾ നിങ്ങളെപ്പോലുള്ള ആളുകളെ കണ്ടാൽ ഞങ്ങളുടെ ആൾക്കാർ ഓടി ഒളിക്കും, മറിഞ്ഞു നിൽക്കും, നേരിട്ട് ഇങ്ങനെ വന്ന് നോക്കില്ല. അങ്ങനത്തെ കാലഘട്ടത്തിന് വാണ്ട ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ ദാഗപ്പറിച്ച് അസംഖ്യക്കല്ലി ഞങ്ങൾ തിന്ന ആളുകളാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിന് ഇത്ര ജനങ്ങളുടെ ഇത്ര മക്കളുടെ മുമ്പിന് ഞാൻ ഒരു പഠിക്കാത്ത ആളാണ്. മാടാട് മേച്ചുകൊണ്ടു മെലനെ പക്കിനെ വേണ്ടിനെ പാമ്പിനെ പല്ലിനെ മരത്തിനെ തൊപ്പിനെ വളത്തിനെ കായിനെ ഇരുന്ന് ജീവിച്ച ആളാണ് ഞാൻ. ഒന്നും അറിയപ്പെടാതെ നിങ്ങളാണ് മക്കളാണ് ഇന്ന് എന്നെ അറിയപ്പെട്ട വെച്ചത് അല്ലേ? നിങ്ങളല്ലേ എന്നെ ഏറ്റെടുത്തത്? അപ്പൊ നിങ്ങളുടെ ഒരു മനസ്സുക്കുള്ളൂ എന്റെ മനസ്സുണ്ട്, എല്ലാ രാജ്യ മക്കളുടെ ഒരു മനസ്സുക്കുള്ളൂ ഞാൻ ഉണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾ എല്ലാവരും മുൻകൈ എടുത്ത് അതിനെ മുമ്പോട്ട് എടുത്ത് നമ്മുടെ രാജ്യത്തിനെ നടന്നു വരണോ. ഇനി ഒരു കാലഘട്ടത്തിന് ഇങ്ങനെ മുമ്പത്തെ കാലം വരെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പത്തെ കാലഘട്ടം വേറെയാണ്, അപ്പത്തെ കാലഘട്ടം വേറെയാണ്. നമ്മുടെ ജീവിതത്തിനെല്ലാം ആരാന്ന് അറിയാതെ ജീവിത കാലഘട്ടമാണ്. ഇപ്പൊ റോട്ടിൽ ഇറങ്ങിയ നിങ്ങളാരും ഞങ്ങളാന്ന് അറിയപ്പെടാത്ത ഒരു കാലഘട്ടമാണ് നടന്നു വരുന്നത്. അതിനെ എല്ലാ മക്കൾ ജീവിച്ചു എല്ലാ ജോലി ചെയ്തു നമ്മുടെ ഡയറക്ടർമാർക്കും ഇതിനെ പങ്കെടുത്ത സാറുമാർക്കും എല്ലാ സാറുമാർക്കും നന്ദി നമസ്കാരം. എന്റെ വാക്കിനെ നിർത്താൻ പോകുന്നതാണ്. അതെ, പാട്ട് വേണോ മക്കൾക്ക്? പാട്ട് വേണോ? അതിന് സൗണ്ട് കൂടുതലില്ല കേട്ടോ, കൂടുതൽ എന്റെ സൗണ്ട് പോയി, ശബ്ദം പോയി. എനിക്ക് ഉള്ളേന പാട്ട് നിങ്ങൾ തരാം കേട്ടോ. അതിന് എല്ലാ മക്കളും എത്തിയെടുത്ത് നിങ്ങൾ അതിനെ കൊണ്ടാടും. പാടട്ടെ? വേണ്ടപ്പാ, അത് എന്റെ സ്വരം തന്നെ നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ എനിക്ക് കുറെ വാക്കുകളൊക്കെ അറിയില്ല. നമ്മൾ ഏതാണ് എന്താണെന്ന് ഇപ്പാണ് ഞാൻ കണ്ടുകൊണ്ട് വരുന്നത്. അല്ലെ എല്ലാവരും കൂടി നിങ്ങൾ ശ്രമിക്കണോ? പാട്ട് നിങ്ങൾ പാടി എന്നിട്ട് നിങ്ങൾ വിളിച്ചതിനെ ഞാൻ വന്ന് ഇഷ്ടപ്പെട്ട് എന്റെ കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് നിങ്ങളെ കണ്ട് ഞാൻ സന്തോഷപ്പെട്ട് നോക്കിട്ട് പോകാൻ വന്നതാണ്. എല്ലാ മക്കളും സുഖമായിട്ട് വളരട്ടെ, സുഖമായിട്ട് വളരട്ടെ. അതാണ് എന്റെ സന്തോഷം. പാടട്ടെ? കളക്കാട്ട പോകിലാമോ വിമനത്തെ പത്തിലമോ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ 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 കാട്ട ശരണമേര പുതുറുകു ഭൂപതിക പോകിലാമോ വിമനത്തെ പത്തിലമോ ഇല്ലേ ലേ 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 വടക്കാത്ത പുങ്കമേര പുതുറുകു ഭൂപതിക പോകിലാമോ വിമനത്തെ പത്തിലമോ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ 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 ലാലേ. ഞാൻ ഇഷ്ടപ്പെട്ട് അയ്യപ്പൻ കോശിനെ ഈ പാട്ട് ചച്ചിച്ചാറ് ചോദിക്കുമ്പോഴേക്ക് ചച്ചിച്ചാറ് കേട്ട പാട്ട് ഒരു ഫീലിംഗ് ഉള്ള പാട്ടാണ് ചച്ചിച്ചാറ് കേട്ടത്. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ കേട്ട പാട്ടൊക്കെ ഞാൻ തരണം, അത് നിങ്ങൾ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട. ഞാൻ ഒരു പാട്ട് പാടി തരട്ടെ സാറേ, അത് നിങ്ങൾ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് തമസിന് കൊടുത്ത പാട്ടാണ് കളക്കത്ത സംഘടന. സാറ് പറഞ്ഞു, നഞ്ചമ്മ ചേച്ചി തന്ന പാട്ട് ആ പടത്തിന് 3 പാട്ടാണ്. അതകജക്കെ കളക്കാത്ത സന്തനമരം പിന്നെ ദൈവ മകള് 3 പാട്ടാണ് ആ പടത്തിന് കൊടുത്തത്. അത് 3 പാട്ട് കിട്ടായി വന്നു.
പൃഥ്വിരാജ് ഏതെന്ന് അറിയാതെ, വിജ്മേൻ സാർ ഏതെന്ന് അറിയാതെ, ആ പാട്ട് ഏത് പടത്തിന് കൊടുക്കുന്നറിയാതെ ഇരുന്ന ആളാണ് ഞാൻ. അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോഴേക്ക് എനിക്കൊന്നും അറിയാതെ, സാറേ നിങ്ങൾ ആരെന്ന് എനിക്ക് അറിയില്ല സാറേ, നിങ്ങളുടെ മുഖത്തെ നോക്കിയാൽ മാത്രം എനിക്ക് അറിയൂ, അത് നിങ്ങൾ പരിചയമില്ലല്ലോ സാറേ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് വന്നതാണ്. അതിനെ എനിക്ക് പടത്തിനെ വിറകുളേക്കാണ് അറിയപ്പെട്ടു. ഓ, ഞാൻ ഇത്ര വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടോ, എല്ലാവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടോ, ഞാൻ ഏതെങ്കിലും തെറ്റായി പറഞ്ഞോ, അതെനിക്കൊരു വസ്തുണ്ടായിരുന്നു എന്റെ മനസ്സിലെ. പിന്നെ നമ്മുടെ പൃഥ്വിരാജ് സാറിനെ വിളിച്ചു, നജമ ചേച്ചി നിന്നൊന്ന് കാണണോ പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിപ്പോയി. അവരുടെ കൂടി മൂന്നാളുടെ ചാറും വിജ്മേൻ ചാർ, പൃഥ്വിരാജ് സാർ, ഞാനും കൂടിയിട്ട് മൂന്നാളോ റൂമിലിരുന്ന് ചിരിച്ച് കളിച്ച് വന്നിട്ടാണ് ഞാൻ എന്റെ വെറുതുമ്പൊക്കെ ചോറ് കളിച്ച് ഞാൻ ഉറങ്ങിയാണ് ടൈം കൊണ്ട്. അത് കേട്ടിട്ട് വന്നിട്ടാണ് എനിക്ക് നല്ല ഉറക്കം വന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങിയിട്ടില്ല. ഞാൻ ഏതെങ്കിലും തെറ്റായി പറഞ്ഞു അങ്ങനത്തെ ആളാണ് ഞാൻ. അറിയപ്പെടാത്ത ഒരാളാണ്. എല്ലാവരും ശ്രമിച്ച് എന്നെ ഏറ്റെടുക്കണം കേട്ടോ. അതാണ് എന്റെ സന്തോഷം. നിങ്ങളെ ഞാൻ ഏറ്റെടുത്തു, നിങ്ങൾ എന്നെ ഏറ്റെടുത്തു. ലോക മക്കളൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല അടിച്ചു പൊളിച്ചു നമ്മൾ വരട്ടെ. എന്റെ ഒരു സന്തോഷത്തിന് ഏത് നിമിഷം കുട്ടികൾ വിളിച്ചാൽ അതിനെ ഞാൻ പങ്കെടുക്കാൻ വിട്ടേ കൊടുക്കും. അത് എന്റെ കഴിവാണ്. അത് കുറെ കാലങ്ങളായിട്ട് കഷ്ടപ്പെട്ടതാണ്. 16 ജില്ലം പോകുമ്പോഴേക്ക് ആരെന്നറിയാതെ, നാടേതെന്നറിയാതെ, കുട്ടികളേതെന്നറിയാതെ, തിന്നാൻ കിട്ടില്ല, ഉറങ്ങാൻ സ്ഥലം കിട്ടില്ല. അങ്ങനത്തെ കഷ്ടപ്പെട്ട് നിങ്ങളോട് ഒപ്പണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നതാണ്. ഇന്ന് നിങ്ങൾ മുമ്പിലൊക്കെ ഞാൻ കാണുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് എന്റെ ചോറ് എനിക്ക് വേണ്ട, നിങ്ങളെ കണ്ടെത്തിപ്പോയ എന്റെ വാക്കുകളിൽ നിർത്താൻ പോകുന്നു. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് രാവിലെ വിലാസ് ഭവനിലെ ജീവനക്കാർ, ഇത് പല ഡയറക്ടറേറ്റുകളിലും നമ്മുടെ ജീവനക്കാർ സ്വമേധയാ ഓഫീസുകളിലെത്തി കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജീവനക്കാരുടെ സമൂഹത്തോട് മുന്നോട്ട് വെച്ചിട്ടുള്ള അപ്പീൽ. പ്രൊഫസർ എം കൽബുർഗി, ഗൗരി ലങ്കേഷ്, അങ്ങനെ പലരും. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ചില ചിത്രശക്തികൾ ഇവരുടെ അഭിപ്രായമോ ഇവരുടെ പ്രവർത്തനമോ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമുണ്ടായി. സ്വന്തം പത്രത്തിൽ അഭിപ്രായം എഴുതിയതിനാണ് ഗൗരി ലങ്കേഷും എന്ന വനിതയും കൊല്ലപ്പെട്ടത് എന്ന് നാം തിരിച്ചറിയണം. ഇത്തരത്തിൽ കേരള യൂണിയനും സാമൂഹ്യമായ വലിയ മാറ്റത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്, വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കൂടി നമ്മുടെ സംഘസംസ്കാരയുടെ പേരിൽ സംഘടിപ്പിക്കുന്നത്. അത് വിജയിപ്പിക്കുന്നതിന് എത്തിച്ചേർന്ന എല്ലാവരെയും കേരള യൂണിയൻ നോർത്ത് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥന ചെയ്യുന്നു. ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് സംഘസംസ്കാരയുടെ കൺവീനറും യൂണിയന്റെ
സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള സഖാവ് CB ഹൈദാരോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ കലാസാംസ്കാരിക വിഭാഗമായ സംഘസംസ്കാരയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി ഒരു സാംസ്കാരിക പ്രഭാഷണം, നിശബ്ദമാക്കപ്പെടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണവും അതോടൊപ്പം തന്നെ ദേശീയ അവാർഡ് ജേതാവായ ശ്രീമതി നഞ്ചി അമ്മയെ ആദരിക്കുന്ന ചടങ്ങുമാണ് ഇവിടെ നടത്തപ്പെട്ടത്. ഈ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് മലയാളം മിഷന്റെ ഡയറക്ടറും പ്രശസ്ത കവിയുമാണ് സഖാവ് മുരുകൻ കാട്ടാക്കട സാറാണ്. സഖാവിനെ സംഘസംസ്കാരയുടെ പേരിലും തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ പേരിലും ഇവിടെ പങ്കെടുത്തത് മുഴുവൻ പേരുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ദേശീയ അവാർഡ് ജേതാവായ നഞ്ചിയമ്മയെ ആദരിക്കപ്പെട്ടു കഴിഞ്ഞു. ആദരിക്കപ്പെട്ട നഞ്ചിയമ്മയ്ക്ക് സംഘസംസ്കാരയുടെ പേരിലും തിരുവനന്തപുരം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച കേരള ഇന്ത്യയുടെ സംസ്ഥാന ട്രഷറർ സഖാവ് എൻ നിമൽരാജിന് സംഘസംസ്കാരയുടെ പേരിലും നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ പ്രസിഡന്റ് സഖാവ് KM സഖി, സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി സഖാവ് KA വിജയരാജ്, ഇതിൽ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാക്കിയ NGOയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുനിൽകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഏരിയ കമ്മിറ്റികളിൽ പങ്കെടുത്ത ഏരിയ ഭാരവാഹികൾ, ഇവിടെ പങ്കെടുത്ത വികാസ് ഭവന്റെ ജീവനക്കാർ മുഴുവൻ പേർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.